ജോർദാനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് UN സുരക്ഷാ കൗൺസിൽ. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്നതും മേഖലയിലെ സമാധാനത്തിന് ഭംഗം വരുത്തുന്നതുമായ നീക്കങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടു. 135 രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച പ്രമേയം 13 വോട്ടുകൾക്കാണ് UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും UN സെക്യൂരിറ്റി കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തെ 13 പേർ അംഗീകരിക്കും. അതായത് 15 അംഗങ്ങളുള്ള UN സെക്യൂരിറ്റി കൗൺസിലിൽ 13 പേർ അംഗീകരിക്കുകയും 13 രാജ്യങ്ങൾ അംഗീകരിക്കുകയും 2 രാജ്യങ്ങൾ റഷ്യയും ചൈനയും വിട്ടുനിന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. 13 വോട്ടുകൾക്കാണ് ഇറാന്റെ ജോർദാനിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കും എതിരായി നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം UN സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തത്. UN സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിച്ച പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഇത്തരം ആക്രമണങ്ങൾ അപലപിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും അത്തരം നീക്കങ്ങളിൽ നിന്നും ഇറാൻ പിന്തിരിയുക തന്നെ വേണമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിൽ നിന്നും പല സംഭവ വികാസങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബഹ്റൈൻ മുന്നോട്ട് വെച്ച ഈ പ്രമേയം സെക്യൂരിറ്റി കൗൺസിലിൽ എത്തുകയും 135 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം. സ്വാഭാവികമായും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വലിയൊരു പക്ഷം ലോകം, ബഹുഭൂരിപക്ഷം ലോകവും കൃത്യമായും ഇറാന്റെ നടപടിയെ ശക്തമായി അപലപിക്കുന്നുണ്ട്. 135ഓളം രാജ്യങ്ങൾ ഇറാൻ മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതിനെ ശക്തമായി അപലപിക്കുന്നുണ്ട്. ജോർദാനിലും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നടത്തിയ ആക്രമണത്തെ അതിരൂക്ഷമായ നിലപാടുകൾ, എതിർപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന രേഖയിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സംഭവവികാസത്തോടെ ഉണ്ടായത് എന്ന കാര്യത്തിലും തർക്കമില്ല. സ്വാഭാവികമായും ഇക്കാര്യങ്ങളെല്ലാം തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്തതോടുകൂടി മറ്റൊരു മാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ ഇതിനെ അപലപിക്കുകയും ഇറാന്റെ ആക്രമണത്തെ അപലപിക്കുകയും സ്വാഭാവികമായും അതേ കാര്യത്തിന്റെ ഭാഗമായി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അപലപിച്ചതിനെ പിന്തുണയ്ക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ UN സുരക്ഷാ സേനയുടെ അല്ലെങ്കിൽ UN സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ഒരു സൈനിക വിന്യാസമോ അല്ലെങ്കിൽ അത്തരം നടപടികളോ ഒരു അവസാനഘട്ട നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടായേക്കാമെന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ സംഭവബഹുലമായ രീതിയിലേക്ക് യുദ്ധം പരിണമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ തുടക്കമായി തന്നെയാണ് ഈ പ്രമേയത്തെ നിരീക്ഷിക്കുന്നത്. അശ്വതി, ശരി ഐസൻ, ബഹ്റൈൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിനാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗീകാരം നൽകിയത്.